മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് സുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, പരാധീനതകൾക്ക് നടുവിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. കഴിഞ്ഞ ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ്. അവിടെ എന്തൊക്കെ പരാതികൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഈ കോട്ടയം സംഭവത്തിന് പിന്നാലെ, സുജിത്ത്? ജില്ലാ ആശുപത്രിയാണോ എന്ന് ചോദിച്ചാൽ ജില്ലാ ആശുപത്രിയാണ്. മെഡിക്കൽ കോളേജാണോ എന്ന് ചോദിച്ചാൽ മെഡിക്കൽ കോളേജാണ്. ഇങ്ങനെ ഒരു ആതുരാലയം സംസ്ഥാനത്ത് വേറെ എവിടെയും ഉണ്ടാകില്ല. കാരണം മെഡിക്കൽ കോളേജ് എന്നുള്ള ബോർഡുണ്ട്, പക്ഷേ അതിലുള്ള സൗകര്യങ്ങളില്ല. ജില്ലാ ആശുപത്രിയുടെ സ്വഭാവത്തിലുള്ള സൗകര്യങ്ങൾ മാത്രമാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ളത്. കോട്ടയത്ത് മാത്രമല്ല, ഇവിടെയും അപകട ഭീഷണി ഉളവാക്കുന്ന ധാരാളം കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇത് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ മുൻഭാഗത്ത് വലിയ രീതിയിലുള്ള ദുരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ഏത് നിമിഷവും മുകളിലത്തെ ഭാഗങ്ങളൊക്കെ അടർന്ന് വീഴാവുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കമ്പികളിൽ അടർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് കട്ടകൾ ആരുടെയെങ്കിലും ദേഹത്തേക്കൊക്കെ പതിക്കാവുന്ന വിധത്തിലാണ് ആ കെട്ടിടം ഉള്ളത്. ഇവിടെയാണ് ഈ നേരത്തെ ഈ ജൂനിയർ സൂപ്രണ്ടിന് പരിക്കേൽക്കുന്ന അനുഭവം പോലും ഉണ്ടായ ഒരു സ്ഥലമാണ് അത്. അങ്ങനത്തെ ഒരു കെട്ടിടമാണത്. കൗമാരക്കാരുടെ കൗൺസിലിംഗ് സെൻറ്റർ, ഒപ്പം തന്നെ ഡ്രൈവർമാരുടെ വിശ്രമമുറി എന്നിവ ഈ ഭാഗത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ വശങ്ങളിൽ ഈ എല്ലാം തന്നെ കോൺക്രീറ്റ് അടർന്നു നിൽക്കുന്നൊരവസ്ഥ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതോടൊപ്പം ഈ മെഡിക്കൽ കോളേജ് വളപ്പിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പഴയ കെട്ടിടത്തിൻ്റെ അവസ്ഥയും വലിയ ശോചനീയാവസ്ഥയോടുകൂടി തന്നെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മാത്രമല്ല, പുതിയ ബ്ലോക്ക് പണിതു. ആ പുതിയ ബ്ലോക്കിലും വലിയ രീതിയിലുള്ള അപാകതയുണ്ട് നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടെന്നുള്ള ആക്ഷേപം പൊതുവെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ മഴ ശക്തമായിരുന്നു, പക്ഷേ വലിയ ചോർച്ചയുണ്ടായി ഈ കെട്ടിടത്തിനകത്ത്. ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം മുകളിലെ പൈപ്പ് പൊട്ടി വെള്ളം ചോർന്നൊലിച്ചു എന്നുള്ളതാണ്. അതായത് മൂന്നാം നിലയിലേക്ക് വെള്ളം കുതിച്ചൊഴുകുന്ന ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുണ്ട്. ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്നുള്ള ശുപാർശ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി പൊതുവെ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ മെഡിക്കൽ കോളേജിലെ പരാധീനതകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ പരാതികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നടപടികളിലേക്കും കടക്കാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ള ആക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ പഴയ കെട്ടിടങ്ങൾ അപകട ഭീഷണിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും അപ്പോൾ നടപടിയെടുത്തിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ അത് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ള നടപടിയിലേക്ക് കടക്കേണ്ടി വരും. അനുബന്ധ സൗകര്യങ്ങളുടെ ആവശ്യകത മാനന്തവാടി മെഡിക്കൽ കോളേജിനുണ്ട്. വല്ലാതെ വീർപ്പ് മുട്ടുന്നൊരവസ്ഥ അത് ജില്ലാ ആശുപത്രിയുടെ സ്വഭാവത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വല്ലാതെ വീർപ്പ് മുട്ടുന്നൊരവസ്ഥ മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുണ്ട്. അത്തരം നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.